ുള്ളത് കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഖളാ ഉള്ളവരുണ്ടെങ്കിൽ അത് തീർച്ചയായും ഖളാ വീട്ടണം. സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണം. റമദാനിന് ഖളാ ആയി പോയ നോമ്പുണ്ടെങ്കിൽ ആ നോമ്പോട് കൂടെ അടുത്ത റമദാനിലേക്ക് നമ്മൾ കടക്കരുത്. ആ നോമ്പ് ഖളാ വീട്ടണം. അല്ലേ? ഖളാ ആയിപ്പോ തീർച്ചയായും മുദ്ദ് കൊടുക്കാനുള്ളവർ മുദ്ദും കൊടുക്കണം. സ്ത്രീകൾ രണ്ട് രീതിയിലാണ് നോമ്പ് വരിക. ഒന്ന്, കുട്ടികളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പ്രഗ്നന്റ് ആയിരുന്ന ഗർഭിണികളായിരുന്ന സ്ത്രീകൾ, റമദാന് ഗർഭിണികളോ അല്ലെങ്കിൽ പ്രസവങ്ങിന് ഉടനുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ മുദ്ദ് കൊടുക്കേണ്ട നോമ്പുണ്ട്. വെറും നോമ്പ് മാത്രം ഖളാ വിട്ടേണ്ടതുണ്ട്. നാം ശ്രദ്ധിച്ച് കൊടുത്തു വീട്ടണം. ഉദാഹരണം, ഒരു സ്ത്രീ കഴിഞ്ഞ വർഷം റമദാന് പ്രഗ്നന്റ് ആയിരുന്നു വിചാരിക്കാം. സ്വശരീരത്തിന്റെ ക്ഷീണമോ മറ്റോ പേടിച്ചുകൊണ്ടാണ് അവൾ നോമ്പ് ഒഴിവാക്കിയത്. ആര്? പ്രഗ്നന്റ് ഉള്ള സ്ത്രീയോ അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്ന സ്ത്രീയോ സ്വന്തം ശരീരത്തിന്റെ ക്ഷീണമോ അല്ലെങ്കിൽ പ്രയാസമോ ബുദ്ധിമുട്ടോ പേടിച്ചുകൊണ്ടാണ് നോമ്പ് കഴിഞ്ഞ റമദാനിൽ ഒഴിവാക്കിയതാണെങ്കിൽ അവർ നോമ്പ് മാത്രം ഖളാ വീട്ടിയാൽ മതി. മുദ്ദ് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, സ്വന്തം ശരീരത്തിനും കുട്ടിയും പേടിച്ചു, വയറ്റിലിരിക്കുന്ന കുട്ടിയെയോ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന കുട്ടിക്ക് വല്ല പാല് കിട്ടാത്തത് കൊണ്ടോ ചൂട് കൊണ്ടോ പ്രയാസാകുമെന്ന് പേടിച്ചിട്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിലും മുദ്ദ് കൊടുക്കണ്ട, നോമ്പ് മാത്രം ഖളാ വീട്ടിയാൽ മതി. അതേ പക്ഷം കുട്ടിക്ക് പാലുണ്ടാവൂല, പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ വയറ്റിരിക്കുന്ന കുട്ടിക്ക് ക്ഷീണം വരും, ബുദ്ധിമുട്ടുണ്ടാവും എന്ന് കുട്ടിയുടെ വിഷയം പേടിച്ചുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയിട്ടുള്ളതെങ്കിൽ അവർ നോമ്പ് ഖളാ വീട്ടുകയും ഓരോ നോമ്പിന് ഓരോ മുദ്ദ് വീതം പാവങ്ങൾക്ക് നൽകുകയും വേണം. മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. സ്വന്തം ശരീരത്തിനോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനും കുട്ടിക്കും വേണ്ടിയിട്ട് നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ മുദ്ദ് കൊടുക്കണ്ട, ഖളാ വീട്ടിയാൽ മതി. അതവസരത്തിൽ സ്വന്തം ശരീരത്തിന് പ്രോബ്ലം ഒന്നും വരാനില്ല, പാല് കുറയാനും ഇല്ല, പക്ഷെ കുട്ടിയുടെ വേറെന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ്, നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ അവർ മുദ്ദ് കൊടുക്കുകയും ഖളാ വീട്ടുകയും വേണം. നിസ്കാരം പോലെ തന്നെ നിസ്കാരം ഒരു സമയം ആയാൽ അസർ വരെ ടൈമുണ്ട്, അസറിന് ടൈമായിട്ട് നിസ്കാരം വീട്ടിയിട്ടില്ലെങ്കിൽ ഖളാ ആയി. അതേപോലെ കഴിഞ്ഞ വർഷത്തെ നോമ്പിന് ഈ നോമ്പ് വരെ സമയമുണ്ട്, ഖളാ വീട്ടിട്ടില്ലെങ്കിൽ കുറ്റക്കാരാകുമെന്ന് ഗൗരവമായി മനസ്സിലാക്കണം. മുദ്ദ് എന്ന് പറഞ്ഞാൽ